ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഹേമ കമ്മിറ്റി ഇപ്പം ന്യൂസിലും യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും ഹേമ കമ്മിറ്റിയെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ എൻ്റെ ഒരു ഞാൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണക്കാരനാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സാധാരണക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന അഭിപ്രായത്തെ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറേയേറെ കുറ്റാരോപിതരുണ്ട് ഇവിടെ സിനിമ ഫീൽഡിൽ. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, പലരും ഇപ്പോൾ വരുന്നുണ്ട്. ചിലപ്പം എൻ്റെ ഈ വീഡിയോ വരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളവരേക്കാൾ ലിസ്റ്റ് കൂടിയേക്കാം, കുറഞ്ഞേക്കാം. അപ്പോൾ കുറേയേറെ കുറ്റാരോപിതർ ഇപ്പോൾ സിനിമ ഫീൽഡിൽ ഉണ്ട്. തെളിയിക്കപ്പെട്ടതും തെളിയിക്കപ്പെടാത്തതുമായ കുറേയേറെ കുറ്റാരോപണങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കുറേ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കുറേ കേസസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണക്കാരെന്ത് ചെയ്യും? ഇതൊക്കെ കണ്ടിട്ട് ഇവരോടൊക്കെ ഈ നാടൻ ഇങ്ങനായിരുന്നോ, അയ്യേ ഛേ എന്ന രീതിക്ക് നമ്മളെല്ലാവരെയും നോക്കിക്കാണും, വെറുക്കും. ചിലപ്പം ഇവരുടെയൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തൊന്നും ഇരിക്കും. പക്ഷെ പിന്നീടൊരവസരത്തിൽ നമ്മളറിയാണ് ഇന്ന നടൻ നിരപരാധിയാണ്, ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് നമ്മളറിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ചുമ്മാ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മളൊക്കെ എപ്പോഴും ഈ ന്യൂസിൽ കാണുന്നതല്ലേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പം വരുന്ന വാർത്തകളൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതെന്തും ആയിക്കോട്ടെ. ഇപ്പം മാലപ്പടക്കത്തിൽ തിരി കൊടുത്തിയ പോലെയാണ് ഹേമ കമ്മിറ്റി കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് ഓരോ വീഡിയോസും വോയിസ് ക്ലിപ്സും അല്ലെങ്കിൽ ഓരോ നടന്മാരെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം നിൽക്കും, എത്ര എണ്ണം നിൽക്കില്ല എന്നുള്ളത് ഇനി കണ്ട് തന്നെ അറിയണം. അതാണ്. ഓക്കെ, അതങ്ങനെ. ഇനി ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലുള്ളതൊക്കെ എന്താ? ഹേമ കമ്മിറ്റിയിൽ ഇന്നയാൾ എങ്ങനെ പറഞ്ഞു, ഇന്നയാൾ അങ്ങനെ പറഞ്ഞു, ഇന്ന നടൻ ഇന്നതുപോലെ ചെയ്തു, അങ്ങനെ എന്തൊക്കെ വാർത്തകളാണ്. വേറെ ഒന്നുമില്ല ന്യൂസിലിപ്പോൾ. ഈ നാട്ടിൽ ഹേമ കമ്മിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. എന്തൊക്കെ നല്ല നല്ല വാർത്തകളുണ്ട് ഈ ലോകത്ത്, നല്ലതോ ചീത്തയായിട്ടുള്ള വാർത്തകൾ ഉണ്ട്. അതൊന്നുമില്ലാതെ എല്ലാ വാർത്തകളും 24/7 ഹേമ കമ്മിറ്റിയെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും പരാമർശിക്കുന്നത്. മറ്റ് വാർത്തകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാന്ന രീതിക്ക് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് മാത്രമേ ഇങ്ങനെ വാദോരാതെ ഘോരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ്. എന്തിനാണ് ഏതിനാണ് എന്നൊന്നും ഒരു പിടുത്തമില്ല. ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞോട്ടെ, പക്ഷേ അതേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പറയാനില്ല. ഈ നാട്ടിൽ വേറെ ഒരു വാർത്തയില്ലേ? മറ്റേ കൊച്ച് കാണാതായപ്പം ഒരു ദിവസം മൊത്തം അതിൻ്റെ പുറകെ പോയി, ഓക്കെ, സമ്മതിച്ചു. അതല്ലാതെ ഹേമ കമ്മിറ്റി അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. അതങ്ങനെ. അതുകൊണ്ട് ഇപ്പോൾ വാർത്ത തുറക്കാനേ തോന്നണില്ല, ഒരു ന്യൂസ് ചാനൽ തുറക്കാനേ തോന്നണില്ല. അത് ഒരു വഴിക്ക് അങ്ങനെ. പിന്നെ ഇപ്പോൾ സിനിമാ ഫീൽഡിലുള്ള രണ്ട് വ്യക്തികൾ ഇപ്പോൾ അവർ വഹിച്ചിരുന്ന സ്ഥാനം AMMA അസോസിയേഷനിൽ അവർ വഹിച്ചിരുന്ന സ്ഥാനം രാജിവെച്ചു എന്ന് പറയുന്നത് കേട്ടു. അതൊരു വഴിക്ക് അങ്ങനെ നടക്കും. ഇപ്പം ഈ മാലപ്പടക്കത്തിൽ തിരികൊളുത്തിയ പോലെ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ എന്തോ സംഭവിക്കുന്നത്, ഒരു പിടുത്തമില്ല. ഏതായാലും ഒരു കാര്യം അറിയാം, ഈ ഹേമ കമ്മിറ്റി വന്നേ പിന്നെ TV തുറക്കാൻ തോന്നുന്നില്ല. ഫോണിൽ എന്തെങ്കിലും യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എടുക്കാൻ തോന്നുന്നില്ല. കാരണം ഏതെടുത്താലും ഇത് തന്നെയുള്ളൂ, വേറെ ഒന്നും കേൾക്കാനില്ല. എന്തായാലും കൊള്ളാം. ഏതായാലും ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഒതുക്കി തീരട്ടെ, നല്ലൊരു തീരുമാനം എത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിപ്പോൾ ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് പറയുന്നില്ല, ആരുടെയും കുറ്റം പറയുന്നില്ല, ഒരു സാധാരണക്കാരൻ്റെ നിലയിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ബൈ.